തെക്ക് നിന്ന് മാത്രമല്ല, അങ്ങ് കണ്ണൂർ മലബാർ മേഖലയിൽ നിന്നുള്ള നേതാക്കളെയും വെട്ടിയൊതുക്കുന്നവരുടെ പട്ടികയിൽ വരികയാണ് ഈ പി ജയരാജൻ, അതുപോലെ തന്നെ പി.കെ. ശ്രീമതി തുടങ്ങിയ മുതിർന്ന നേതാക്കൾ. പി.കെ. ശ്രീമതിയുടെ കാര്യം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ സംസാരിച്ചതുമാണ്. ശ്രീമതി ടീച്ചർ വളരെ വലിയ നേട്ടം നമ്മുടെ ആരോഗ്യ മേഖലയ്ക്ക് ഉണ്ടാക്കി കൊടുത്ത മന്ത്രി കൂടിയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ളവരെയും ഒതുക്കി അല്ലേ? എല്ലാവരെയും ഒതുക്കി. അത് ഒതുക്കൽ എന്ന് പറയുന്നത് ഒരു മാനസികാവസ്ഥയാണ്. അപ്പോൾ ഒരാളെ ഒതുക്കി കഴിയുമ്പോൾ നമുക്ക് അടുത്ത ആളെ ഒതുക്കാൻ തോന്നും. അപ്പോൾ മൂന്നാമത്തെ ആൾ, പിന്നെ കുറച്ച് പേര് ഒരുമിച്ച് ഒതുക്കാൻ തോന്നും. അങ്ങനെ ഒതുക്കി ഒരു ഒതുക്കുങ്കൽ പ്രസ്ഥാനമായിട്ട് മാറും. അതാണിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ല, ഇപ്പോൾ ഒരു പിന്നെ ഏകാധിപതികളെ സംബന്ധിച്ചിടത്തോളം എല്ലായ്പ്പോഴും ഭയം ഉണ്ടാവും. നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ എന്നെ അട്ടിമറിക്കുമെന്ന സംശയവും ഭയവുമാണ് ഇവരെ നയിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ജനാധിപത്യ പ്രക്രിയയോട് അവർക്ക് വിയോജിപ്പായിരിക്കും. അവർക്ക് വിയോജിപ്പുകളോട് ഒരിക്കലും യോജിക്കാൻ കഴിയില്ല. വിയോജിപ്പുകളോട് വലിയ വിപ്രതിപത്തി വെച്ച് പുലർത്തുന്നവരായിരിക്കും. അങ്ങനെയൊക്കെ ചില സ്വഭാവ സവിശേഷതകളുണ്ടാവും. അതൊക്കെ ഇവിടെയും കാണുന്നുണ്ട്.